ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മാഗ്നറ്റ്സിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ പല പല പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 3 തരത്തിലുള്ള 3 ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സിനെയാണ് നമുക്കിവിടെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇതെന്തായിരുന്നു മക്കളെ? ഇതാണ് യു ഷേപ്പ്ഡ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് എന്തായിരുന്നു? ഇതാണ് റിംഗ് ഷേപ്പ്ഡ് അല്ലെങ്കിൽ റിംഗ് മാഗ്നറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്, നമ്മുടെ ലാബിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, പല പല പരീക്ഷണം അല്ലെങ്കിൽ പല പല എക്സ്പെരിമെൻറ്റ്സിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മാഗ്നറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഓരോ മാഗ്നറ്റ്സും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മാഗ്നറ്റ്സുകളൊക്കെ ചില മെറ്റീരിയൽസിനെ മാത്രം അട്രാക്ട് ചെയ്യുന്നു, ചില മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അതായത് ഈ പറയുന്ന ഓരോ മാഗ്നറ്റ്സിൻ്റെ അടുത്തേക്ക് നിങ്ങളൊരു നെയില് അല്ലെങ്കിൽ നിങ്ങളൊരു നമ്മുടെ സേഫ്റ്റി പിന്ന് ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് നോക്കുകയും അത് അതിനകത്തേക്ക് എന്താണ് ചാടിപ്പിടിക്കും, അതായത് അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതേ സമയം ഒരു പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്ലോത്ത്സോ തുണിത്തരങ്ങളോ ഒക്കെ കൊണ്ടുവരുവാണെങ്കിലോ അത് അട്രാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാഗ്നറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മളൊരു പേര് വിളിക്കും, അതുപോലെ മാഗ്നറ്റ്സ് അട്രാക്ട് ചെയ്യാത്ത മെറ്റീരിയൽസിനെ നമുക്കൊരു പേര് വിളിക്കും. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് മക്കളെ മാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? യെസ്, മാഗ്നറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. ദ മെറ്റീരിയൽ വിച്ച് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദി മാഗ്നറ്റ്സ് ആർ കോൾഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം? അയൺ പറയാം, നിക്കൽ പറയാം, കൊബാൾട്ട് പറയാം. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി അതേസമയം അട്രാക്ട് ചെയ്യാത്ത മെറ്റീരിയൽസിന് നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ദാറ്റ് മീൻസ് ദ മെറ്റീരിയൽ വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ടുവേഴ്സ് എ മാഗ്നറ്റ് ആർ കോൾഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന കുറേ മെറ്റീരിയൽസ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ ഉള്ളിൽ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ തമ്മിൽ ഒന്ന് ടാബുലാർ കോളത്തിൽ ഒന്ന് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനോ ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ 2 ബോക്സ് തന്നിട്ടുണ്ട്. ഈ ഓരോ ബോക്സ് നോക്കിയിട്ട് ഇതിൽ ഏത് ബോക്സാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഏത് ബോക്സാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നൊന്ന് നോക്കിയാലോ. ഫസ്റ്റത്തെ ബോക്സിൽ എന്തൊക്കെയാണ്? അയൺ ഉണ്ട്, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീല്. അപ്പോൾ അതൊക്കെ എന്താണ്? മാഗ്നറ്റ്സ് അട്രാക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും? യെസ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതോ അലൂമിനിയം, കോപ്പർ, ലെഡ്, ബ്രാസ്. അതൊക്കെ എന്താണ്? മാഗ്നറ്റ്സ് അങ്ങനെ അട്രാക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാഗ്നറ്റിക് മെറ്റീരിയലും നോൺ മാഗ്നറ്റിക് മെറ്റീരിയലും ധാരാളം എക്സാമ്പിൾസ് എന്താണ് നമ്മുടെ സറൗണ്ടിങ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏത് മാഗ്നറ്റ്സാണ് എടുത്തിരിക്കുന്നത്? യെസ്, നമ്മളിവിടെ ചൂസ് ചെയ്തത് ബാർ മാഗ്നറ്റ്സ് ആണ്. ഈ ബാർ മാഗ്നറ്റ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ എന്താണ് കൈകാര്യം ചെയ്യുന്നത് പല പല എക്സ്പെരിമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. ഈ ബാർ മാഗ്നറ്റ്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം എന്താണ്? ഇവയുടെ 2 എൻഡിൽ നമ്മൾ എന്താണ് ഓരോ പോൾസുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പോളാണ്? നോർത്ത് പോളായിട്ടും അടുത്ത എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗത്ത് പോളായിട്ടുമാണ് കരുതുന്നത്. അതായത് 2 പോൾസ് ആണ് ഏത് മാഗ്നറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താലും കേട്ടോ. ഒരു പോള് മാത്രമായിട്ടുള്ളൊരു മാഗ്നറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 2 പോൾ ഉണ്ടാവും, 2 പോൾസ് ആണുള്ളത്. അതിൽ ഒരു പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നോർത്തും, ഒരു പോൾ എന്ന് പറഞ്ഞാൽ സൗത്തും ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു മാഗ്നറ്റിൻ്റെ കേസിലാണ്. ഇനി ഈ ഒരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരിക എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ചില 2 മാഗ്നറ്റുകൾ തമ്മിൽ നമ്മൾ കൂട്ടി ഒന്ന് അടുത്തടുത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവ രണ്ടും കൂടി തമ്മിൽ എന്താണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. പക്ഷേ ചില കേസിൽ നമ്മൾ ഈ 2 മാഗ്നറ്റുകൾ തമ്മിൽ അടുപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുമ്പോൾ എന്താണ് അവ മാക്സിമം റിപ്പൾഷൻ ആണ് അവിടെ നടക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ചിലത് മാത്രം ഈ പറയുന്ന അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില മാഗ്നറ്റുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന സമയത്ത് അത് റിപ്പൾ ചെയ്യുന്നത് എന്നും കൂടി നമുക്ക് നോക്കണം. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന നോർത്ത് പോളോ അല്ലെങ്കിൽ സൗത്ത് പോളോ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളിതാ 2 സെറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സെറ്റിൽ 2 മാഗ്നറ്റ് എ ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ്, രണ്ടാമത്തെ സെറ്റിൽ സി ഡി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം എയുടെ സൗത്ത് പോൾ ഇത്,
ഇത് നോർത്ത് പോൾ, ഇത് ബിയുടെ സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അതുപോലെ സിയുടെ സൗത്ത് പോള് നോർത്ത് പോള്, ഡിയുടെ നോർത്ത് പോള് സൗത്ത് പോള്. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം എ എന്ന് പറയുന്ന മാഗ്നറ്റും ബി എന്ന് പറയുന്ന മാഗ്നറ്റുമാണ് അടുപ്പിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ അവരുടെ ഏത് പോളാണ് അടുത്തോട്ട് വരുന്നത്? യെസ്, നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലാണ് നമ്മളിങ്ങനെ കോണ്ടാക്റ്റിൽ വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഒരേപോലെയുള്ള പോളുകളാണോ? അല്ല അല്ലേ. അപ്പോൾ അവയെ നമ്മൾ എന്താ വിളിക്കുന്നത്? അൺലൈക്ക് പോൾസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് അൺലൈക്ക് പോൾസ്? അതായത് ഇപ്പോൾ നോർത്തും സൗത്തും ഒരുമിച്ച് വരുന്നു, അല്ലെങ്കിൽ സൗത്ത് നോർത്ത് ഒരുമിച്ച് വരുന്നു, ഒരേപോലെ അല്ലാത്ത ഈ പോൾസിനെയാണ് നമ്മൾ അൺലൈക്ക് പോൾസ് എന്ന് വിളിക്കുന്നത്. ഇനി അതേസമയം നമ്മുടെ സി, ഡി എന്നീ മാഗ്നറ്റ്സ് ഇങ്ങനെ അടുത്തോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ ഏത് പോൾസ് ആണ് അടുത്തോട്ട് വരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യിപ്പിക്കുന്നത്? യെസ്, ഒന്നിവിടെ നോർത്തും ഒന്നിവിടെ നോർത്തും, അതായത് രണ്ടും ഒരേപോലെയുള്ളതാണ്. അപ്പം നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് ലൈക്ക് പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാന്തത്തിൻ്റെ ഈ പറയുന്ന നോർത്ത് പോളാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ടച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതെന്താണ്, നോർത്തുമാണ് അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുത്താൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോർത്തും ആയതുകൊണ്ട് തന്നെ അത് ലൈക്ക് പോൾസ് ആണ്. അല്ലെങ്കിൽ ഇൻ കേസ് സൗത്തുമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ, അതായത് സൗത്തും ആയതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരേപോലെയുള്ളതാണ്, അതിനെ നമ്മൾ എന്താണ് ലൈക്ക് പോൾസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ലൈക്ക് പോൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ പറയണം ഏതൊക്കെയാണ്. ഒന്നെങ്കിൽ നോർത്ത് അല്ലെങ്കിൽ സൗത്ത്. അൺലൈക്ക് പോൾസ് ആണെങ്കിലോ ഒന്നെങ്കിൽ നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത്. ഇനി ഇങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ പോൾസുകൾ അല്ലെങ്കിൽ രണ്ട് ഒരേപോലെയുള്ള പോൾസുകൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുപ്പിച്ച് അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? യെസ്, നമുക്ക് നോക്കിയാൽ അറിയാം ഈ അൺലൈക്ക് പോൾസുകൾ തമ്മിലാണ് നമ്മളിങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഇനി അതേസമയം നമ്മൾ ലൈക്ക് പോൾസ് ആണെങ്കിലോ അവ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് കാണില്ല. കാരണം നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്ത് അതിനെ കൂട്ടിമുട്ടിക്കാൻ നോക്കുന്നോ അവർക്കിടയിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? യെസ്, ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? റിപ്പൾസീവ് ആയിരിക്കും. അതുപോലെ അൺലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്. ലൈക്ക് പോൾസ് എന്താണ്? റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇതാ സൗത്തും എന്താണ്? ലൈക്ക് പോൾസ് ആണ്. നോർത്തും എന്താണ്? ലൈക്ക് പോൾസ് ആണ്. ഇവ രണ്ടുപേരും എന്താണ്? അട്രാക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അൺലൈക്ക് പോൾസ് ആണെങ്കിലോ, അതായത് നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത്, അവർ തമ്മിൽ എന്താണ്? യെസ്, അവർ തമ്മിൽ ഭയങ്കര പ്യാരാണ് അല്ലെ, ഭയങ്കര സ്നേഹമാണ്. ദാറ്റ് മീൻസ് ദേ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ തൂക്കിയിട്ടു, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആ മാഗ്നറ്റ് പിടിക്കുക, അതിനൊരു എന്താ പറയുക, അതിനൊരു സർഫസ്, അത് വീഴാൻ അല്ലെങ്കിൽ അത് നിൽക്കാൻ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. നമ്മളൊരു മാഗ്നറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ തൂക്കിയിട്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ ഏത് മാഗ്നറ്റ് തൂക്കിയിട്ടാലും അല്ലെങ്കിൽ തൂക്കിയിട്ടതിന് ശേഷം നിങ്ങൾ എങ്ങനെയൊക്കെ ആ മാഗ്നറ്റിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, ഇളക്കുന്നു ഒക്കെ ചെയ്താലും അത് ഏറ്റവും അവസാനം റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. എന്താണിടാ? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അത് മാഗ്നറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന മാഗ്നറ്റ് ആണെങ്കിൽ അതെപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എർത്തും എന്താണ്, നമ്മുടെ ഭൂമിയും ഒരു മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു മാഗ്നറ്റും നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ അതിങ്ങനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ മാഗ്നറ്റ് ഒരു ടേബിളിൽ വെക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിലൊന്നും നിൽക്കത്തില്ല. അതേസമയം നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് തൂക്കിയിടുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. ഇനി ഈ പറയുന്ന മാഗ്നറ്റിൻ്റെ ഈ ഒരു പ്രത്യേകതയില്ലേ, അതായത് ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്ഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്തൂടെ? അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിവൈസാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ചെറിയ നീഡിൽ കാണാൻ വേണ്ടി പറ്റും. ഈ മാഗ്നറ്റിക് കോമ്പസ് നിങ്ങൾ എവിടെ വെച്ചാലും എന്താണ്, അതിൻ്റെ ആ നീഡിൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നീഡിൽ എന്ന് പറഞ്ഞാൽ അതൊരു ടൈനി മാഗ്നറ്റാണ്. മാഗ്നറ്റ് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതെപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് നമ്മളൊരു സർഫസിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് എങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആ നീഡിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി മാഗ്നറ്റിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. എ സ്മോൾ ഡിവൈസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് എ freely suspended magnet is always doing a north south direction is used to find direction.
ഓക്കെ, ഈ പറയുന്ന ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ഡിവൈസാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇനി മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫോണിലൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്പീക്കേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ ഡിവൈസസിലൊക്കെ നമ്മൾ ചെറിയ ടൈനി മാഗ്നറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാഗ്നറ്റ്സിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ക്ലാസ് 6 CBSE യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ കാണുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.